ഒരു സുഹൃത്തിനെ ഞങ്ങൾ കൂടെ കൂട്ടി. അദ്ദേഹം 10-30 കൊല്ലമായി മദീനയിൽ തന്നെ താമസിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ ഓരോ പ്രദേശങ്ങളും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഒരു പ്രാവശ്യം ജന്നത്തുൽ ബഖീഇൽ അസ്ർ നമസ്കാരത്തിന് ശേഷം അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി പോയി. ഓരോ ഖബറുകളുടെ ചരിത്ര പശ്ചാത്തലം അദ്ദേഹത്തിന് അറിയാം, ഇടങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അതൊക്കെ അദ്ദേഹം നമുക്കിങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, 10-30 വർഷക്കാലത്തെ അനുഭവം. ഈ അനുഭവങ്ങൾ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഒരുപാട് ആളുകളുമായി ഇങ്ങനെ ബന്ധപ്പെടാൻ അവസരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു പ്രാവശ്യം ഒരു സാധാരണ ഇങ്ങനെ ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകളുടെ ക്യാമ്പുകളിൽ, അവരുടെ റൂമുകളിലൊക്കെ കറങ്ങി നടക്കുന്ന കൂട്ടത്തിൽ ഒരു റൂമിൽ പോയി. അവിടെ ഒരു വയസ്സായ സ്ത്രീ ആരുമില്ലാതെ ഒറ്റയ്ക്ക് വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്നത് കണ്ടു. അവർ കരയുന്നു. ഞാൻ അവരെ മെല്ലെ സമീപിച്ചിട്ട് മലയാളിയായ ആ ഉമ്മയോട് എന്താണ് വിഷയമെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, മോനെ, ഞാന് കുറെ കാലം കഷ്ടപ്പെട്ട് സ്വരൂപിച്ച് വെച്ച പണവുമായി ഒരു ഗ്രൂപ്പിന്റെ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്യാൻ വന്നതാണ്. ഹജ്ജിന്റെ കൂട്ടത്തിൽ സിയാറത്തിന് വേണ്ടി മദീനയിൽ ഞങ്ങൾ വന്നു. ഇവിടെ ഞാൻ വന്ന് താമസിക്കുമ്പോൾ എന്റെ ഗ്രൂപ്പുകാരായ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ എനിക്ക് ആരോഗ്യമില്ലാത്തതുകൊണ്ട്, നടക്കാൻ കഴിയാത്തതുകൊണ്ട്, പള്ളിയുടെ തിക്കിലും തിരക്കിലും ഒന്നും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഒറ്റയ്ക്ക് റൂമിലിരുത്തിയിട്ട് അവരൊക്കെ പോയി. ഞാൻ ഇതുവരെ റൗള കണ്ടില്ല, ഞാൻ ഇതുവരെ മദീനത്തെ പള്ളി കണ്ടില്ല. എത്ര കാലമായി ഞാൻ ദ്വാരക്കുന്നു, റൗള ഒന്ന് കാണാൻ. എനിക്കത് കാണാൻ ഇനിയും ഇവിടെ എത്തിയിട്ടും ഭാഗ്യമില്ലല്ലോ. അതാണ് ഞാൻ കരയുന്നത്. അവര് ത്യാഗം ചെയ്യാൻ തയ്യാറില്ല, അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറില്ല. ഈ സഹോദരൻ പറഞ്ഞു, ഉമ്മ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാം, നിങ്ങൾക്ക് വേണ്ട എല്ലാ സേവനവും ഞാൻ ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ആ സാധുവായ വൃദ്ധയെ കൂട്ടി മദീനത്തെ പള്ളിയിൽ കൊണ്ടുപോയി സിയാറത്ത് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഓരോ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന തരത്തിലൊക്കെ കാണിച്ചു. 1-2 ദിവസങ്ങൾ അവർക്ക് വേണ്ടി ഇദ്ദേഹം ഖിദ്മത്തുമായി നിലകൊണ്ടു. 2-3-4 ദിവസങ്ങൾക്ക് ശേഷം ഇവർ പോകേണ്ട സമയമായി. മദീന വിട്ടു പോകുന്ന തലേന്ന് ഈ സഹോദരൻ അവരെ സന്ദർശിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആ ഉമ്മ വിഷമത്തോടെ പറഞ്ഞു, മോനെ, നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഇന്ന് പിരിയാണ്, ഞങ്ങളൊക്കെ മക്കത്തേക്ക് പോവാണ്, അവിടെ നാട്ടിലേക്ക് പോവും. ഇനി മോനെ എന്നാ കാണുക, എവിടെങ്കിലും എന്നെങ്കിലും കാണാം എന്ന് പറഞ്ഞവര് പിരിഞ്ഞു. ആ സ്ത്രീ യാത്രയായി. പിറ്റേന്ന് ഈ സഹോദരൻ പറയാണ്, അദ്ദേഹത്തിനൊരു ടെലിഫോൺ വന്നു. ആ ടെലിഫോൺ ഈ ഉത്തരവാദപ്പെട്ട ട്രാവൽസിന്റെ ആളുകളുടേതായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ മടക്കയാത്രയിൽ ഒരു വലിയ വിഷമം സംഭവിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടുപോയി. ആ മരണപ്പെട്ട മയ്യത്തുമായി ഞങ്ങൾക്ക് മക്കത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാതിരിക്കാനും നിർവാഹമില്ല, മടങ്ങിപ്പോകേണ്ട സമയവും ടിക്കറ്റും ഒക്കെ ആയിപ്പോയി. അതുകൊണ്ട് നിയമപരമായ മറ്റ് കർമ്മങ്ങളൊക്കെ കഴിച്ചിട്ട് ആ മയ്യത്തിനെ ഞങ്ങൾ ഉത്തരവാദപ്പെട്ട ചില ആളുകളോടൊപ്പം മദീനത്തേക്ക് അയക്കുകയാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിനൊന്ന് സഹകരിക്കണം, അതിൽ പങ്കെടുക്കണം എന്ന് വിളിച്ചു വാ. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞാൻ ചെയ്യാം, അതൊക്കെ നമുക്ക് ആഗ്രഹമുള്ള സംഗതിയാണ്. അങ്ങനെ ഈ മയ്യത്ത് വരുന്ന സമയം നോക്കി ഇദ്ദേഹം അത് സന്ദർശിക്കുന്നതിന് വേണ്ടി അവിടെ പോയി കാത്തുനിന്നു. ആ സഹോദരൻ പറയാ, ഞാൻ പോയിട്ട് ആ മയ്യത്തിന്റെ മുഖത്തുള്ള തുണി ഒന്ന് മാറ്റി നോക്കിയപ്പോൾ സ്തബ്ധനായി പോയി, ഞെട്ടിപ്പോയി. ഇന്നലെ വരെ ഞാൻ സേവിച്ച ആ വൃദ്ധയായ സഹോദരിയുടെ മയ്യത്തായിരുന്നു അത്. അവർ മരണപ്പെട്ടു. എന്റെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടി. സാധാരണ പോലെ മയ്യത്തിന്റെ അനന്തര കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി മസ്ജിദുൻ നബവിയിൽ 10,000-കണക്കിന് ആളുകളുടെ നേതൃത്വത്തിൽ നമസ്കാരം നിർവഹിച്ചു. ജന്നത്തുൽ ബഖീഇൽ അവർക്ക് വേണ്ടി ഖബർസ്ഥാൻ ഒരുക്കി, അതിൽ അവരെ ഇറക്കി വെച്ചു. അവരുടെ ഏറ്റവും ഉറ്റ ബന്ധു എന്ന നിലയിൽ ഞാൻ സ്വയം അങ്ങ് അവരുടെ എല്ലാ കർമ്മത്തിലും പങ്കെടുത്തു. അവരുടെ ഖബറിന്റെ ഉള്ളിൽ ഇറങ്ങി ഞാൻ ആ മയ്യത്തിനെ മറവാടിയിട്ട് കയറാൻ പോകുമ്പോൾ ഒരു അറബി ഓടി വരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കൊച്ചു കുഞ്ഞിന്റെ മയ്യത്തുണ്ട്. നിങ്ങളൊക്കെ കണ്ടു കാണും. അറബികളുടെ സാധാരണ പതിവനുസരിച്ച് ജനിച്ചുടനെ മരിക്കുന്ന കുഞ്ഞുങ്ങളെ അവര് തന്നെ കുളിപ്പിച്ച് റെഡിയാക്കി കഫൻ പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുവന്ന് മറ്റേതെങ്കിലും ഖബറുകൾ ഉണ്ടെങ്കിൽ ആ ഖബറിന്റെ കൂട്ടത്തിൽ വെച്ചു കൊടുക്കുകയാണ് അറബികളുടെ പതിവ്. ഞാൻ ഖബറിൽ നിന്ന് മേളോക്ക് കയറുമ്പോൾ ഈ വന്ന അറബി ചോദിച്ചു, നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ എന്റെ ഈ കുഞ്ഞിന്റെ മയ്യത്ത് കൂടി അതിലൊന്ന് വെക്കാമോ എന്ന് ചോദിച്ചു. ഇല്ല, വിഷമമൊന്നുമില്ല, സമ്മതമാണ്. ആ മയ്യത്ത് ഞാൻ കയ്യിൽ വാങ്ങി ഞാൻ മരിച്ചു കിടക്കുന്ന ആ ഉമ്മാമയുടെ മയ്യത്തിനോടൊപ്പം ഈ കൊച്ചു കിടാവിന്റെ മയ്യത്തിനെ ഞാൻ അടുപ്പിച്ചു വെച്ചു. കബീർ സാഹിബ് എന്നോട് പറഞ്ഞു, സാധാരണ ദൂരെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു ഉമ്മ ചരിഞ്ഞു കിടക്കുന്നു. ആ ഉമ്മയുടെ മാർബിടത്തിലേക്ക് തലചായിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് മുലപ്പാല് കുടിച്ചുകൊണ്ട് കിടക്കുന്നത് പോലെ കിടത്തിയിട്ട് ഞാൻ കയറി വന്നു. ഞാൻ പുറത്തു വന്ന് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഈ നാട്ടിലെ ബന്ധുക്കളായ ആളുകളുമായി ഞാനൊന്ന് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഇവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് അവർ നല്ല അഭിപ്രായം പറഞ്ഞു. മലയാളിയായ, ഒരു പക്ഷേ നമ്മളെപ്പോലെ വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ലാത്ത സാധുവായ ഒരു പെണ്ണ്, ഒരു സ്ത്രീ, ഒരു വൃദ്ധ. അവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ നല്ല സ്ത്രീയായിരുന്നു, പടച്ചവനെ പേടിയുള്ളവരായിരുന്നു.
നല്ല നിലയിൽ നാട്ടുകാരോടൊക്കെ ചോദിച്ചാൽ നല്ലതല്ലാത്തതൊന്നും അവരെക്കുറിച്ച് പറയാനില്ല. അവർ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് സ്വരൂപിച്ച് വെച്ച പണവുമായി അവസാനത്തെ ഒരു ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർ ഹജ്ജിന് വന്നതാണ്. ഒടുവിൽ അവിടെ നിന്ന് അവർ മരണപ്പെട്ടു. അക്കൂട്ടത്തിൽ അവർ പറഞ്ഞു, ആ സ്ത്രീ ദുആ ചെയ്താൽ അതൊക്കെ അള്ളാഹു സ്വീകരിക്കും. അവരുടെ കാര്യങ്ങളൊക്കെ അവർ ദുആ ചെയ്ത് സ്വീകരിച്ചതാണ്, നേടിയെടുത്തതാണ്. ഈ ഹജ്ജ് പോലും അങ്ങനെയാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ മാത്രം ദുആ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു കാര്യത്തിൽ മാത്രം. അത് ഏതാണ്? ഒരു കാര്യത്തിൽ മാത്രം. അവർക്ക് എപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ കാണാൻ, ഒരു കുഞ്ഞുണ്ടാകാൻ. പക്ഷേ അവരുടെ ജീവിതത്തിൽ കുഞ്ഞുണ്ടായില്ല. കുഞ്ഞിനെ കാണാതെയാണ് അവർ മരിച്ചത്. ഇത് കേട്ടപ്പോൾ കബീർ സാഹിബ് പറഞ്ഞു, എന്റെ ഫോൺ താഴെ വീണു, ഞാൻ വിങ്ങി പൊട്ടി, ഞാൻ വെപ്രാളപ്പെട്ടുപോയി. പടച്ചവനെ, നിന്റെ കഴിവും നിന്റെ കുതിരത്തും നിന്റെ പ്രകൃതിയും പ്രകടനവും എത്ര അപാരമാണ്. യാദൃച്ഛികമായി, തികച്ചും യാദൃച്ഛികമായി മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട് കാണാൻ മദീനയിൽ വന്ന ആ സഹോദരിയുടെ മനസ്സിന്റെ തേട്ടം പോലെ മദീന വിട്ടുപോകാതെ ഈ മദീനയിൽ ഖബറടക്കപ്പെടുകയും ജന്നത്തുൽ ബഖീയിൽ അവരുടെ ഖബർസ്ഥാൻ ഒരുക്കപ്പെടുകയും മദീനത്തെ മസ്ജിദുൽ നബവിയിലെ 10,000-കണക്കിന് ആളുകൾ അവരുടെ മേൽ മയ്യത്ത് നമസ്കരിക്കപ്പെടുകയും അവസാനം അവര് ദുആ ചെയ്ത് സാധിക്കാതെ പോയി എന്ന് ഞങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച ഒരു സന്തോഷത്തെ യാദൃച്ഛികമായ നിലയിൽ ഖബറിടത്തിൽ കടക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിന്റെ മയ്യത്ത് അവരുടെ മാർവിടത്തിൽ ചേർത്ത് വെച്ചിട്ടാണ് പടച്ചവൻ ഈ ലോകത്തിന്റെ ജീവിതത്തിൽ നിന്നും അവരുടെ മീതെ തിരശ്ശീലയിട്ടത്. വാസ്തവത്തിൽ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ ദുആ ചെയ്തിട്ട് നിർത്തിക്കളയരുത്, നിങ്ങൾ ധൃതി പിടിക്കരുത്. ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവ് ചിലപ്പോൾ നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതിന് അല്പം താമസം നേരിടിച്ചാലും അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. നിങ്ങൾ നിരാശപ്പെടരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.